നമ്മുടെ വീടും കുടുംബവും മുടിഞ്ഞു പോകുന്നൊരു 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പഠിപ്പിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോടുകൂടി, അതായത് നിസ്സാരമായ 4 കാര്യങ്ങൾ, ഇത് നമ്മൾ ചെയ്യുന്നതോടുകൂടി ബറക്കത്ത് നശിക്കും, രോഗങ്ങൾ വിട്ടുമാറൂല, കടങ്ങൾ തീരൂല, മാനസിക സമ്മർദ്ദങ്ങൾ ഇങ്ങനെ പെരുകി പെരുകി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ അടങ്ങുന്ന മഹാരഥന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു 4, ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു 4 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പഠിക്കാം. ഇതിനകത്ത് തലമുടി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും എല്ലാം കൂടി ഒരു 4 കാര്യങ്ങൾ ബറക്കത്ത് ജീവിതത്തിൽ നിന്ന് അല്ലാഹു തആല എടുത്തു മാറ്റിക്കളയും, അതിന് കാരണമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു 4 കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മളെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ദുആ വസിയത്തുകൾ കമന്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി അൽഫ മറ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ബറക്കത്ത് കേടുകൾ കൊണ്ട് നഷ്ടപ്പെടാറുണ്ട്. ബറക്കത്ത് കേടുകൾ കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന പല ആളുകളുണ്ട്, അല്ലേ? വീട്ടിൽ ബറക്കത്ത് കേടാന്ന് പറഞ്ഞാൽ എന്താ? അത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എന്താണ് ബറക്കത്ത് കേട്? പൈസ ഇല്ലാണ്ടാവുക എന്നുള്ളത് മാത്രമാണോ? അല്ല. ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നില്ല, അത് മാത്രമാണോ? അല്ല. ചിലപ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാകാം, എന്നാൽ അവന് രോഗമായിരിക്കും. ആ ഭക്ഷണം ഒന്ന് അകത്തേക്ക് ഇറക്കാൻ, കഴിച്ച് വയറ്റിൽ എത്തിക്കാൻ ചിലപ്പോൾ അവനെ കൊണ്ട് കഴിയൂല. കാരണം എന്താ? അസുഖം. അല്ലാഹു തആല അസുഖം കൊടുത്തു, അത് ബറക്കത്ത് കേടാണ്. അതുപോലെ തന്നെയാണ് നല്ല സമ്പത്തുണ്ടാകും, അതുപോലെ തന്നെ നല്ല സമ്പത്തുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ മനസ്സിനൊരു റാഹത്തില്ല, സമാധാനമില്ല. അങ്ങനെ ഒരു ചില ആളുകൾക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾക്ക് സമ്പത്തില്ല, ആരോഗ്യമുണ്ട്, സമാധാനമുണ്ട്, ചിലപ്പോൾ സമ്പത്ത് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ സമ്പത്തില്ലാത്തത് കാരണമായിട്ട് സമാധാനം നഷ്ടപ്പെടാറുണ്ട്. ഇങ്ങനെയൊക്കെ പല രീതിയിൽ ജീവിതത്തിൽ നിന്ന് ബറക്കത്തില്ലാണ്ടായി പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ബറക്കത്തെന്ന് പറഞ്ഞാൽ അല്ലാഹ് തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി, ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നതോടുകൂടി അല്ലാഹു തആല നമുക്ക് തരുന്ന സംഗതിയാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. ഈ ബറക്കത്ത് എന്ന് പറയുമ്പോൾ ചില കുറഞ്ഞ സമയം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായി കഴിഞ്ഞാൽ ആ സമയത്തിൽ ബറക്കത്തുണ്ട്. വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ, അതെല്ലാവർക്കും തികഞ്ഞു, അതിൽ ബറക്കത്തുള്ളത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? കുറച്ച് സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്, അത് നമ്മുടെ ആവശ്യത്തിന് ഉതകുന്നതായി, എൻ്റേത് ആവശ്യത്തിനെല്ലാം തികഞ്ഞു, കുറച്ച് ബാക്കിയുണ്ട്, അത് ബറക്കത്തുള്ള സമ്പത്താണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ബറക്കത്ത് വേണം, ബറക്കത്ത് വേണമെന്ന് നമ്മളെപ്പോഴും പറയാം. ആദ്യമായി നമ്മൾ എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യണം. എന്തെന്നാ ദുആ ചെയ്യണ്ടേ? അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബറക്കത്ത് തരണേ തമ്പുരാൻ എന്ന് എപ്പോഴും നിരന്തരമായി നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്ന സാഹചര്യങ്ങളിലും വേളകളിലും, നമസ്കരിക്കുന്ന വേളകളിൽ എപ്പോഴാണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യണം. ബറക്കത്ത് തരണേ അല്ലാഹ്, ബറക്കത്ത് തരണേ അല്ലാഹ് എന്ന് ചോദിച്ചു മേടിക്കണം. അപ്പോൾ ഇന്നൊരു 4 കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും. കാരണം ബറക്കത്ത് നഷ്ടപ്പെടാൻ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ബറക്കത്ത് നഷ്ടപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന 4 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ടവരെ. നമ്മളിൽ ചില വീടുകളൊന്നും എടുത്തു വെച്ച് നോക്കിയാൽ നമ്മുടെ നഖം ഉണ്ടല്ലോ, ഈ നഖം ചില ആളുകൾ വളർത്തുന്ന ഒരു ദുസ്വഭാവം കാണാം. നഖം വളർത്തുക, ചില ആളുകൾ മുഴുവനായിട്ട് അങ്ങോട്ട് വളർത്തും, യക്ഷിയെ പോലെ, പ്രേതത്തിനെ പോലെ. അവരുടെ നഖം കാണുന്നത് പോലെ ഒരു പക്ഷേ കാണേണ്ടി വരുന്നൊരവസ്ഥ. ചില ആളുകൾ ചില വിരലുകളിൽ മാത്രം എന്ത് ചെയ്യും? നഖം വളർത്തും, ഈ വിരൽ അല്ലെങ്കിൽ ഈ ചെറുവിരൽ. അപ്പോൾ ഏതെങ്കിലും ഒരു വിരലിൽ എന്ത് ചെയ്യാറുണ്ട്? ചില ആളുകൾ നഖം വളർത്താറുണ്ട്. അത് സൂക്ഷിക്കണം, അത് അപകടകരമാണ്. അപ്പം നഖം വെട്ടുന്ന വിഷയം സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ നഖം കടിക്കൽ, ഈ നഖം ഒരുപോലെ വെട്ടാതെ ചില നഖങ്ങളിൽ വളർത്തുകയും അതുപോലെ മറ്റു ചിലർ നഖം കടിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല ബറക്കത്ത് എടുത്തു മാറ്റുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നഖം
കടിച്ചാൽ ഇപ്പോൾ പണ്ടുള്ള ഉമ്മാവന്മാരൊക്കെ പറയാറുണ്ട്, നഖം കടിച്ചാൽ വീട്ടുകാർക്ക് ദോഷമാണ്. ചില പണ്ടുള്ളവരൊക്കെ പറയുന്ന സത്യമാണെന്ന് ചില കാര്യങ്ങൾ, എല്ലാം സത്യം എന്ന് പറയാൻ പറ്റൂല. ചില കാര്യങ്ങൾ പണ്ടുള്ളവരൊക്കെ പറയുന്ന സത്യം തന്നെയാണ്. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം. അപ്പം അതുപോലെ തന്നെ നഖം കടിക്കൽ അത് വലിയ ഒരു മോശ സ്വഭാവമാണ്. നമ്മളൊക്കെ വിചാരിക്കും അത് വലിയ നിർബന്ധമൊന്നുമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ പ്രധാനമായിട്ട് കാണേണ്ടുന്ന കാര്യമില്ല എന്നൊക്കെ ചിന്ത വരും. പക്ഷേ നഖം അത് കടിക്കാൻ പാടില്ല, അതുപോലെ വളർത്താൻ പാടില്ല. ഒരുപോലെ നമ്മൾ വെട്ടി കളയാണ് വേണ്ടത്. ഇപ്പം അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നഖം വെട്ടികൾ കിട്ടാനുണ്ട്. കൃത്യമായി മുറിച്ച് അത് കുഴിച്ചിടേണ്ടതുപോലെ കുഴിച്ചിടണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില സ്ത്രീകൾ മുടിത്തുമ്പ് ഇങ്ങനെ ചുമ്മാ കറക്കി കറക്കി വായിൽ വെച്ച് കടിക്കുന്ന, അങ്ങനെ വായിലേക്ക് അത് വെക്കുന്ന ഒരു ദുസ്വഭാവമുണ്ട്. അതുപോലെ പുരുഷന്മാർ താടി ഇങ്ങനെ എടുത്ത് വെച്ച് വായിലേക്ക് കൊണ്ടുവന്ന് ആ താടി കടിക്കുന്ന സ്വഭാവം. ഇത് രണ്ടും, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാവട്ടെ, ഇത് രണ്ടും ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. മുടി, രോമം കടിക്കുക എന്ന് പറയുന്നത്, ഇത് സയൻറ്റിഫിക്കലി നോക്കിയാലും ഒരുപാട് അണുക്കൾ വായിലേക്ക് പോകാൻ, നഖം കടിക്കുന്ന വിഷയത്തിലായാലും അങ്ങനെ തന്നെ സയൻറ്റിഫിക്കലി ഒരുപാട് കീടാണുക്കൾ വായിലേക്ക് പോയി അതുവഴി ഒരുപാട് രോഗങ്ങൾ, വൈറസ് സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വേറൊരു വിഷയം. അതുപോലെ തന്നെ ദീനീപരമായിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുള്ളത് അത് ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണമാണ് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ കാര്യം, ഈ മൂന്നാമത്തെ കാര്യം പല ആളുകളും ഇത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ഏതായാലും പഠിച്ചു വെച്ചോ, നിന്നുകൊണ്ട് മുടി ചീവുക എന്നുള്ളതാണ്. മുടി ചീകുക, അങ്ങനെ ചീകിക്കഴിയാൻ പാടില്ല. നിന്നുകൊണ്ട് മുടി ചീകാൻ പാടില്ല. കാരണം എന്താ? അത് ബറക്കത്തിനെ എടുത്തു മാറ്റുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇരുന്നു കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ആ മുടിയോട് കാണിക്കേണ്ടുന്ന ബഹുമാന്യത, അദബ് എന്ന് പറയുന്നത് കൃത്യമായി ഇരുന്നു കൊണ്ട് മുടി ചീകുക എന്നുള്ളതാണ്. മുടി കെട്ടിവെക്കുമ്പോൾ, മുടി ചീകുമ്പോൾ, പേൻ നോക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഇരുന്നു കൊണ്ട് ചെയ്യലാണ് ഉത്തമം. അല്ലെങ്കിൽ ബറക്കത്ത് അതിലൂടെ നഷ്ടപ്പെടാനുള്ള കാരണമുണ്ടാകുമെന്ന് പണ്ഡിതർ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊന്നും നമ്മൾ വലിയ പ്രാധാന്യത്തിൽ കാണാത്ത പല കാര്യങ്ങളുമാണ് അല്ലേ? അപ്പോൾ ഈ പ്രാധാന്യത്തോടു കൂടി കാണണമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഞാനിത് പറഞ്ഞത്. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? അടിച്ചു വാരാറുണ്ടല്ലോ വീട്ടിൽ, അകത്ത് പുറത്ത് മുറ്റം റൂമുകളൊക്കെ അടിച്ചു വാരിയിട്ട് നമ്മളൊരു വശത്തുകൊണ്ട് ചുമ്മാ കൂട്ടിയിടാറുണ്ട്. അകത്താകട്ടെ പുറത്താകട്ടെ അടിച്ചു വാരിയിട്ട് വെറുതെ ഒന്ന് കൂട്ടിയിടാറുണ്ട്. ഒരു വേസ്റ്റ് ബിന്നിൽ ഇടുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കി കളയുകയോ ചെയ്യാം. വേസ്റ്റ് ബിന്നിൽ കൂട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് കൃത്യമായിട്ട് അത് നിറയാറാകുമ്പോഴോ ഒന്നെടുത്ത് കളയേണ്ട ആവശ്യമുള്ളൂ. കാര്യം വേസ്റ്റ് ബിന്ന് വേസ്റ്റ് ഇടാനുള്ളതാണ്. നേരെ മറിച്ച് വീട്ടിൻ്റെ അകത്തളങ്ങളിൽ പല മൂലകളിലും പോയി നോക്കിയാൽ ഇങ്ങനെ കുമിഞ്ഞുകൂടി ഇരിക്കുന്നൊരവസ്ഥ, അങ്ങനെ കിടന്നാൽ അത് വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകാൻ കാരണമാകും, ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാകും, ധാരാളം രോഗങ്ങൾ വന്നു ചേരാൻ കാരണമാകും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് പഠിച്ച 4 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ. അല്ലാഹു തആല ബറക്കത്ത് തരും. അതോടൊപ്പം റബ്ബിനോട് ദുആ ചെയ്യണം, നല്ലപോലെ ദുആ ചെയ്യണം. അതോടൊപ്പം നിസ്കാരങ്ങൾ ഒഴിവാക്കരുത്. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമസ്കാരങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല. ഒരു വഖത്ത് പോലും ഒഴിവാക്കരുത്. ജീവിതത്തിൽ വലിയ ദാരിദ്ര്യം ഇത് കാരണമായിട്ടുണ്ടാകും. നിസ്കരിക്കാത്ത ആളുകളുടെയൊക്കെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ പബ്ലിക് ലൈഫൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും പ്രിയപ്പെട്ടവരെ. നമസ്കാരമില്ലേ സമാധാനം ഇല്ല, നഷ്ടപ്പെടും, ബറക്കത്ത് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതൊക്കെയും ഒഴിവാക്കുകയും ബറക്കത്തിനെ തേടിയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച് അള്ളാഹുവിനോടുള്ള ഇബാദത്തുകൾ ചെയ്ത് ഖുർആൻ പാരായണങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം. അതുപോലെ തന്നെ അള്ളാഹു റിസ്ഖ് വർദ്ധിപ്പിച്ചു തരാൻ ഏറ്റവും ഉതകുന്ന ഒരു കാര്യം ഇതുകൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുക. നമ്മുടെ റിസ്ഖിൽ വർധന വേണം, നല്ല ബറക്കത്ത് വേണം പ്രിയപ്പെട്ടവരെ. ഈ നിസ്കാരങ്ങളൊക്കെ വേണം. അതോടൊപ്പം തന്നെ ദായിമുൽ വുളു ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് വുളു ഉണ്ട്, എപ്പോഴും നമ്മൾ വുളു ചെയ്യുന്നവരാണ് എങ്കിൽ ആ വുളു ഉണ്ടാകുന്നതോടൊപ്പം തന്നെ എപ്പോഴും നമുക്ക് വുളു ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും എന്ന് പറഞ്ഞാൽ എന്താ, ബാത്റൂമിൽ ഇരിക്കുമ്പോൾ വുളു ഇല്ലല്ലോ ഉസ്താദേ എന്ന് പറയരുത് പ്രിയപ്പെട്ടവർ. അങ്ങനെയല്ല, നേരെ മറിച്ച് ബാത്റൂമിൽ കഴിഞ്ഞ് വുളു ചെയ്യാം, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ വുളു ഉണ്ടായിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ വുളു ഉണ്ടാവുക എന്നുള്ളത് ബറക്കത്ത് കൊണ്ടുതരാൻ, റിസ്ഖിൽ വിശാലത കിട്ടാൻ ഒക്കെ വലിയ കാരണമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ എപ്പോഴും വുളു ഉള്ളത് ഭയങ്കരമായ ഒരു പോസിറ്റിവിറ്റി നമുക്ക് തരും. അതോടൊപ്പം തന്നെ ആന്തരികമായിട്ട് ആത്മീയമായിട്ട് നമ്മൾ നോക്കുകയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയ ലാഭമാണ് നമുക്ക്. റിസ്ഖിൽ ബറക്കത്ത് അള്ളാഹു തരും, സമാധാനം തരും.
നമ്മുടെ മൈൻഡ് ഓക്കെ ആവും. എല്ലാത്തിനും വുളു ഒരു വലിയ കാരണമാണ്. ഒന്ന് ചെയ്തു നോക്കുക, എപ്പോഴും വുളു ഉണ്ടാകുന്നൊരവസ്ഥ നല്ലതാണ് കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹു താല പഠിച്ചതും കേട്ടതുമൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഭാഗ്യം തരട്ടെ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ദുആ വസിയത്തുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരിലേക്കൊക്കെ നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയൊക്കെ അള്ളാഹു യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അള്ളാഹു ദൂരീകരിക്കട്ടെ. വിഷമങ്ങൾക്ക് അള്ളാഹു പരിഹാരം കൊടുക്കട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കട്ടെ. കഷ്ടതകൾ അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ. എല്ലാം ഖൈർ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.